Hi friends, welcome back to Currylys. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മുട്ട ഉടച്ചൊഴിച്ച കറിയാണ്. ഇത് ചപ്പാത്തിക്ക് ഒരു നല്ല കോമ്പിനേഷൻ ആണ്. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെക്കുക. അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞു വെച്ചും എല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയൊന്നും എടുക്കണ്ട, നമ്മൾ കുക്കറിലല്ലേ വേവിക്കാൻ പോണം. അതുകൊണ്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താലും മതി. ഇതിപ്പോൾ അത്യാവശ്യമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് ഇതൊന്നുകൂടെ വഴറ്റിയെടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഒരു ഇത്തിരി നേരം വെള്ളം കൂടെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കത് അടച്ച് വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിലും ലോ ഫ്ലെയിമിൽ വീണ്ടും ഒരു 3-4 വിസിലും കൂടെ വരുത്തി കഴിഞ്ഞാൽ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം ഇത് കുക്കർ വിസിലൊക്കെ വന്ന് അതിന് ശേഷം ആവിയൊക്കെ പോയി ഞാൻ ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പം സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി അതിൽ തിളച്ചൊന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മുട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ മുട്ട ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പൊ ഈ മുട്ട വെന്ത് നമ്മൾ മുട്ട തോരനൊക്കെ വെക്കുമ്പോൾ അതൊന്ന് റെഡിയായി വരില്ലേ, ആ ഒരു ഫോമിൽ ഈ കറിയിൽ തന്നെ മുട്ട കിടക്കുന്നത് കാണാം. അപ്പൊ അത് റെഡിയായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ഒരു കറി ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അതും എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്